ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനതിന് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിനെ വിസ്ക് ചെയ്യാണ്. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ ഹാൻഡ് മിക്സി യൂസ് ചെയ്യുന്നില്ല. ഞാനെല്ലാം ഈ വിസ്കിങ് സ്പൂൺ വെച്ച് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരേൻ്റെ മെഷർമെൻ്റ് എല്ലാം താഴെ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പഞ്ചസാര നല്ലോണം പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാം ഇപ്പോൾ 2 ഗ്ലാസ് പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഇട്ടിട്ട് ബാക്കിയുള്ളത് പിന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ ഫോമിലുള്ളത് ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി വിസ്കിങ് ഈ സ്പൂൺ വെച്ചാണല്ലോ വിസ്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിസ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേശ്ശെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ പാലൊഴിക്കുകയാണ്. പാല് ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് ആറ്റിയിട്ട് അതാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനിവിടെ വാനില എക്സ്ട്രാക്റ്റിൻ്റെ പൗഡർ ഫോമിലുള്ളതാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. അതൊരു ചെറിയ പാക്കറ്റിലുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ നിങ്ങൾ അതിട്ട് കൊടുക്കുക. അത് ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കൊക്കോ പൗഡർ മിക്സ് ആയിട്ടുണ്ടതിൽ ഇനി ഞാനിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വളരെ മോയ്സ്ചർ ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലോട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാം വാട്ടർ അല്ല, ഹോട്ട് വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അത് ആ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ്, ടെക്സ്ചർ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഇനി ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ എപ്പോഴും നിങ്ങൾ ലാസ്റ്റിൽ ഒഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം ആദ്യം ഒഴിക്കുന്നത് അത്ര കേക്കിൻ്റെ ഒരു ടെക്സ്ചറിന് അത്ര ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും കേക്കിൻ്റെ ഇതിൽ ലാസ്റ്റ് നിങ്ങൾ ഹോട്ട് വാട്ടർ ഒഴിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് കുറച്ച് ഉപ്പിടുകയാണ്. ഉപ്പിട്ടിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ ഇത് ഒരു 1 ലെയർ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വലിയൊരു ട്രേ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ടിട്ടും അത് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 2 ലെയർ അല്ലെങ്കിൽ ഒരു 3 ലെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ലെയർ ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ഫ്ലവർ, ഓൾ പർപ്പസ് ഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനത് കോട്ട് ചെയ്തു. ഇനി ഇതിലോട്ട് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ ഫുൾ ബാറ്റർ ഈ ഒരൊറ്റ കേക്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനതിനെ ഓവനിൽ വെക്കുകയാണ്. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രീസിൽ 40 to 45 മിനിറ്റ്സ് ആണ്. ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ബട്ടർ ഇടുകയാണ്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മെൽറ്റ് ആക്കാം നമുക്ക്. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഞാൻ അവിടെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേക്കാണ്. അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ തന്നെ അറിയിക്കാം. അപ്പം നമ്മൾ ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. ഇനി ഇതിലോട്ട് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിലോട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാകം നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ടെക്സ്ചറായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പൊടിച്ച പഞ്ചസാരയാണ്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊക്കോ പൗഡറിന് അത്ര ഡാർക്ക് കളർ അല്ല എന്നാണെങ്കിൽ ഈ ഒരു കളർ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രോസ്റ്റിങ്ങിന്. ലേശം ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഒരിത്തിരി ബ്രൗൺ കളറായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് ആൻഡ് തിക്കായിട്ടുള്ള ഒരു കളറാണ്. അതുകൊണ്ടാണ് ഈ കളറ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഹീറ്റായി നല്ല ഒരു ടെക്സ്ചർ എല്ലാം കിട്ടിയിട്ട് നല്ലോണം ഒന്ന് ബോയിലൊക്കെ ആക്കിയെടുത്ത് ഞാനിതിന്. അതിനുശേഷം ഞാനിതിന് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന്.
ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ വാൾനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് കാഷ്നട്ടോ അല്ലെങ്കിൽ പീനട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വാൾനട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനത് നല്ലോണം പൊടിച്ചിട്ട് ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്